തിരുവനന്തപുരം നെടുമങ്ങാടാണ് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ സിഐ അതിക്രമിച്ചു കയറിയെന്നുള്ള വിവാദത്തിൽ പുതിയൊരു വഴിത്തിരിവ്. ആക്രമണത്തിന് ഒരുങ്ങിയ സിഐയുടെ ബന്ധുക്കളെ കാർ തടഞ്ഞ് പിടികൂടിയെന്ന എഫ്ഐആറിൽ പറയുമ്പോൾ ഇവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഹോട്ടലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇവർക്കെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസ് തട്ടിക്കൂട്ടിയതാണെന്നുള്ള വസ്തുത എഫ്ഐആറിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുമുണ്ട്. അശ്വിൻ ഡിയോഗോ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അശ്വിൻ, CI യഹിയ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനാണുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ സ്റ്റേഷനിൽ, അയാളുടെ സ്റ്റേഷൻ പരിധി പോലുമല്ല, അവിടെ പോലീസ് യൂണിഫോമിൽ അല്ലാതെ വന്നുകൊണ്ട് നടത്തിയ ഒരു അതിക്രമം വലിയ വാർത്തയായിരുന്നു. നമ്മളത് കാര്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഒക്കെ നടപടി സ്വീകരിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ, ഇതിൽ എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അശ്വിൻ? ഇതിഹാസ തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് പോലീസിന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നെടുമങ്ങാട് പോലീസിന്റെ തന്നെ ഒരു അവിശുദ്ധമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം ആദ്യം മുതൽ തന്നെ ശക്തമായിരുന്നു. അത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പോലീസിന്റെ FIR പ്രകാരം രാത്രി 11:30യോടുകൂടി തന്നെ പനവൂർ ഭാഗത്തു നിന്ന് ഒരു അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 4 യുവാക്കളെ കാറ് തടഞ്ഞു നിർത്തി അവരെ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കുന്നു എന്നുള്ളതായിരുന്നു FIR-ൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇവർ വാഹനത്തിനുള്ളിൽ ഇരുമ്പ് കമ്പികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ FIR-ൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, കാർ തടഞ്ഞല്ല ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ യുവാക്കളെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പകരം ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ള 2 യുവാക്കളെയാണ് പോലീസ് അകത്തേക്ക് കയറി അവിടെ നിന്നും ഈ യുവാക്കളെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരുതൽ തടങ്കലിൽ എടുക്കുന്ന ഈ ആളുകൾക്കെതിരെ FIR പാടില്ല എന്നൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കെ, ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ എന്തുകൊണ്ട് നെടുമങ്ങാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് CI യഹിയ ഇത്തരത്തിൽ 4 യുവാക്കളെ നെടുമങ്ങാട് പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂറിന് ശേഷവും അവരെ കോടതിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട പരിരക്ഷ നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടേക്ക് എത്തി ഈ CI യഹിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ 9 മണിയോടുകൂടി CI യഹിയ ഈ സ്റ്റേഷനിൽ, നെടുമങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് 2:30 ആയിട്ട് പോലും ഈ കസ്റ്റഡിയിലുള്ളവരെ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് നിയമസഹായം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ നെടുമങ്ങാട് പോലീസ് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇദ്ദേഹം അകത്തേക്ക് കയറുന്നതും പിന്നീട് ഈ കാണുന്ന നാടകീയ രംഗങ്ങളെല്ലാം അരങ്ങേറുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഇതേ SI തന്നെ, അതായത് ഈ SI അഭിജിത്താണ് ആദ്യം ഈ യുവാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന യഹിയും വന്ന ശേഷം ഏതാണ്ട് 14 മണിക്കൂറിന് ശേഷം വീണ്ടും മറ്റൊരു FIR കൂടി ഈ യുവാക്കൾക്കെതിരെ എടുക്കുകയാണ്. ഇവരുടെ ഫോൺ പരിശോധനയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊരു ദുർബലമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇതേ SI അഭിജിത്ത് തന്നെ യുവാക്കൾക്കെതിരെ വീണ്ടും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 FIR-കൾ ഈ 14 മണിക്കൂറിനിടെ ഒരു കേസിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വിചിത്രമായ ഒരു കാര്യം. മറ്റൊന്ന് CI യഹിക്കെതിരേക്കുള്ള ഒരു FIR ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ CI അവിടെ വന്ന് ബഹളമുണ്ടാക്കി ലോക്കപ്പിൽ കിടന്ന പ്രതികളെ സ്വമേധയാ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ CI യഹിക്കെതിരെ പറയുന്നത്. പക്ഷേ FIR-ലാകട്ടെ ഇതൊന്നും പരാമർശിച്ചിട്ടില്ല. ദുർബലമായിട്ടുള്ള ജാമ്യം ലഭിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം. അതായത് ഈ ഒരു കേസിന്റെ തുടക്കം മുതൽ തന്നെ നെടുമങ്ങാട് പോലീസ് ഇതിൽ ഒളിച്ചുകളി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവം പുറത്തു വരുന്നതിന് വേണ്ടി മാത്രം CI യഹിയ അവിടെ ഇടപെടേണ്ടി കൊണ്ടുവന്നത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും IG-യുടെ റിപ്പോർട്ടിന്മേലാണ്, ഈ DYSP IG-ക്ക് നൽകിയ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ CI യഹിയ ഈ അച്ചടക്ക നടപടി നേരിട്ട് പുറത്തിരിക്കേണ്ടി വരുന്നത്. പക്ഷെ അപ്പോഴും
എന്തിനാണ് നെടുമങ്ങാട് പോലീസ് ഇത്തരത്തിൽ ഈ ഒരു ഒളിച്ചുകളി നടക്കുന്നത്? കാരണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന 2 യുവാക്കളെ കരുതൽ തടങ്കിൽ എടുക്കുന്നു. അതിനുശേഷം അവരുടെ വാഹനം തടഞ്ഞു നിർത്തി ആയുധങ്ങളുമായി പിടികൂടി എന്നൊരു കാര്യം എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം വീണ്ടും ഇതേ കേസിൽ തന്നെ യുവാക്കൾക്കെതിരെ മറ്റൊരു എഫ്ഐആർ കൂടി എടുക്കുന്നു. അങ്ങനെ കള്ളം പറയുന്ന പോലീസാണ്, കള്ളത്തരം കാണിക്കുന്ന പോലീസാണ്, കള്ളക്കേസ് എടുക്കുന്ന പോലീസാണ്. CCTV ഒക്കെ ഉള്ള കാലമാണ്. പോലീസ് പച്ചയ്ക്ക് കള്ളം പറയുകയാണ്, പക്ഷേ CCTV അതൊക്കെ പൊളിക്കുകയാണ്. അതായത് വാഹനം തടഞ്ഞാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഹോട്ടലിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ CCTVയിലൂടെ പുറത്തു വരുന്നു. ഇത്തരത്തിൽ കരുതൽ തടങ്കലിൽ എടുക്കുന്ന ആളുകൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, പക്ഷേ പോലീസ് അതും ചെയ്യുകയാണ്. അതുമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. എന്താണ് പോലീസിന് ഇത്ര പ്രത്യേക താല്പര്യം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. CI യഹിയക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി കള്ളക്കേസ് എടുത്ത പോലീസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.